ഹലോ, വെൽക്കം ടു ജോ ആൻഡ് ജോയ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോളിഡേ പീരീഡിൽ പോയ ഒരു ക്രൂയിസ് ട്രിപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ബ്രിസ്ബെയിനിലുള്ള ക്രൂയിസ് ടെർമിനലിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ എയർപോർട്ടിൽ നിന്ന് പോകുന്ന പോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് ബോഡി പാസ്സൊക്കെ എടുക്കണം, നമുക്ക് സ്കാനിങ്ങുകളുണ്ട്, ലഗേജ് ആദ്യം വേണം, ഹാൻഡ് ക്യാരി നമുക്ക് കയ്യിൽ വെക്കാം, അങ്ങനെ അതുപോലെ തന്നെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇൻസൈഡിൽ വീഡിയോയിങ് പെർമിറ്റഡ് അല്ലാത്തത് കൊണ്ട് ഞാൻ അവിടോട്ട് കയറുന്നിടം വരെയുള്ള വീഡിയോ ആണുള്ളത്. പിന്നെ നമ്മൾ ക്രൂയിസിൽ കയറിയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തതായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സെയിൽ പോലൊക്കെ വരും. മേ ബി ഒരു 6-7 months ഏർലി നമ്മൾ ബുക്ക് ചെയ്യുവാണെങ്കിൽ, പെട്ടെന്നൊക്കെ പോകാനാണെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. എനിവേ നമ്മുടെ ഇതൊരു 4 days ട്രിപ്പാണ്. അതിൽ ഒരു ഡേ ഏർലി ബീച്ച് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബീച്ചിൽ നമ്മൾ ഇറങ്ങുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാം, ഇല്ലെങ്കിൽ ക്രൂയിസിൽ തന്നെ സ്റ്റേ ചെയ്യാം. നമ്മൾ ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഓൾമോസ്റ്റ് 3000 ആൾക്കാരുണ്ടായിരുന്നു പാസഞ്ചേഴ്സായിട്ട് തന്നെ. പിന്നെ ഏതാണ്ട് 2000 പേരോളം ഉണ്ടായിരുന്നു ഇതിനകത്ത് വർക്കേഴ്സ്. അതായത് 14 ഫ്ലോർസുള്ള 15 ടോട്ടൽ, പക്ഷെ 14 ഫ്ലോറിലും ആൾക്കാർ താമസിക്കുന്ന ഒരു വലിയ ക്രൂയിസായിരുന്നു കേട്ടോ. നല്ല വ്യൂ ആണ് ഓൾവേസ്. പിന്നെ വലിയ ക്രൂയിസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര അങ്ങോട്ട് ആ ഒരു സീ സിക്നെസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഞാൻ ശരിക്കും പ്രിപ്പയർഡായിട്ടായിരുന്നു പോയത്. യൂഷ്വലി എനിക്ക് ഇത് മണമടിക്കാൽ അപ്പോൾ കടലിലോട്ട് ഇറങ്ങിയാൽ തന്നെ നല്ലതായിട്ട് നോസിയും വൊമിറ്റിങ്ങും തലകറക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വലിയ ക്രൂയിസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരുപാട് സ്വിമ്മിങ് പൂൾസ് ഉണ്ട്. അഡൾട്ട്സിന്, ടീനേജേഴ്സിന്, ബേബീസിന്, യങ് ആയിട്ടുള്ളവർക്ക്, അങ്ങനെ ഓരോ ഏജ് കാറ്റഗറിക്ക് അനുസരിച്ചുള്ള പൂൾസ് ഉണ്ട്. പിന്നെ വലിയ വലിയ ബാർസ് ഉണ്ട്, ഷോപ്സ് ഉണ്ട്. എന്നാ പറയുക, ഒരു സിറ്റി പോലെ തന്നെ നമുക്ക് നടന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ജ്വല്ലറീസ്, ക്ലോതിങ് സ്റ്റോഴ്സ്, കോഫി ഷോപ്സ്. പിന്നെ എന്നും വൈകിട്ട് അല്ലെങ്കിൽ എപ്പോഴും അവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് കാണും കേട്ടോ. ഇവിടെ മാത്രമല്ല, ഓരോ ഫ്ലോറിലും ഇങ്ങനെ പ്രോഗ്രാംസ് കാണും. അപ്പം നമ്മൾ പോയതൊരു ഡിസംബർ ടൈമിലായതുകൊണ്ട് കുറേ ഭാഗങ്ങളൊക്കെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ആയിരുന്നു. നല്ല ഭംഗിയാണ് കാണാൻ. കുറേ ട്രീസൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം സാൻഡയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാം ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഇവിടുത്തെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി വെച്ച് നമുക്ക് അത്രയ്ക്ക് അങ്ങനെ വീഡിയോ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതൊരു തിയേറ്ററിൽ നടക്കുന്ന പ്രോഗ്രാമാണ്. ഇതിനുള്ളിൽ തന്നെ ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട്, ജിംനേഷ്യം ഉണ്ട്, സ്പായുണ്ട്, ഹെയർ സലൂണുണ്ട്, നെയിലിൻ്റെ സ്ഥലമുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് വേണോ അതെല്ലാ കാര്യങ്ങളും ഒരു സിറ്റിയിൽ നമ്മൾ ലിവ് ചെയ്യുന്ന പോലെ തന്നെയാണ് ക്രൂയിസിനകത്തുള്ളത്. ഇതാണ് നമ്മൾ എയർലി ബീച്ചിൽ ഇറങ്ങിയത്. എയർലി ബീച്ചിലേക്ക് ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്രൂയിസിൽ നിന്ന് അവർ ഓരോ ബോട്ടിലായിട്ട് കുറേ ആയിട്ട് ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇത് അങ്ങ് കാണാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ക്രൂയിസ് കിടക്കുന്നത്. അപ്പം ഞങ്ങൾ ബീച്ചിൽ വന്ന് ബീച്ചിൻ്റെ സൈഡിൽ കുറച്ച് നേരം ആ ഒരു എയർലി ബീച്ചിൽ ഐലൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. ഞാൻ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ. പക്ഷെ നല്ല വെയിലായിരുന്നു. കുറേ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു. അവിടുത്തെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാവോ, നിറച്ചും പിന്നെ തെങ്ങാണ്. നിറച്ച് തെങ്ങ് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇഷ്ടം പോലെ കുലച്ച് നിൽക്കുന്ന നിറയെ തെങ്ങുകളാണ് ആ സൈഡ് മുഴുവനും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ് എയർലി ബീച്ച്. നമ്മളിവിടെ ഇതിന് മുമ്പ് ഈ ബീച്ചിൽ വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്തതാണ്, അല്ലാതെ വണ്ടി ഓടിച്ചു വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് വെള്ളത്തിലൊന്നും ഇറങ്ങാഞ്ഞത് കേട്ടോ. എയർലി ബീച്ച് എന്ന് പറയുന്ന ആ ഒരു അവിടുത്തെ സിറ്റിയാണിത് കേട്ടോ. നമ്മൾ അന്ന് പുറത്തിറങ്ങുന്നത് കാരണം ക്രൂയിസിൽ നിന്ന് നമ്മളെ ബോട്ടിൽ ഈ ബീച്ചിലോട്ട് ഇറക്കി. അപ്പോൾ ഇവിടെ നമ്മളാണ് ഫുഡൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് കഴിച്ചത്. കുറച്ച് ചെറിയ ഷോപ്പിങ്ങുകളൊക്കെ ഞങ്ങൾ നടത്തിയത്. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, തെങ്ങുകൾ കണ്ടോ. വലിയ ഹൈറ്റൊന്നുമില്ല, പക്ഷെ നിറച്ച് കായ്ച്ച് നിൽക്കുവാണ്. പിന്നെ നമ്മുടെ പപ്പായ, കുറേ തെറ്റി, നല്ല രസമായിട്ട് നമ്മുടെ നാട്ടിലെ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പം ബീച്ചിൻ്റെ സൈഡ് ആയതുകൊണ്ടല്ലോ നല്ല ഭംഗിയായിരുന്നു ഇത് കാണാനും ഉള്ളത്. നമ്മുടെ ക്രൂയിസാണ് ഇത് അങ്ങ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മളെ ബോട്ടിലാണ് ഇങ്ങോട്ട്. ഇനി വൈകിട്ട് നമ്മൾ തിരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ആ ബോട്ടിൽ കയറി തിരിച്ച് നമ്മൾ അങ്ങോട്ട് തന്നെ പോവുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യും തിരിച്ച് നമ്മൾ ബ്രിസ്ബനിലേക്ക്. അപ്പോൾ ഫസ്റ്റ് 2 days കഴിഞ്ഞാണ് എയർലി ബീച്ചിൽ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് 2 daysനുള്ളിൽ നമ്മൾ ബ്രിസ്ബനിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ക്രൂയിസ് ട്രിപ്പിലെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് പൊതുവേ ഇങ്ങനെ ചുമ്മാതെ ഇരുന്ന് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട്
വൺസ് പോയപ്പോൾ ഓക്കെ, പക്ഷേ ഇനി ഒരു പക്ഷേ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര എൻജോയബിൾ അല്ല. കാരണം കൂടുതൽ ടൈം നമുക്ക് അതിനകത്തിരുന്ന് കുറേ കാർഡ്സൊക്കെ കളിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം സ്വിമ്മ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കിച്ചൺസ് പല സ്ഥലങ്ങളിലും ഇങ്ങനെ പബ്ലിക്കിനുണ്ട്. ബുഫേ സിസ്റ്റത്തിലാണുള്ളത്. ഇത് ആ ബുഫേ സിസ്റ്റത്തിൻ്റെ ആ ഒരു സൈഡിലാണ് അവിടെ കാണുന്നത്. അവിടെ മുഴുവൻ നമുക്ക് ഞങ്ങൾ എയർലി ബീച്ചിൽ നിന്ന് പോകുന്ന സമയത്തിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് അത് കേട്ടോ. നല്ല ഭംഗിയാണ്, അവിടെ എവിടെ ഇരുന്നാലും നല്ല വ്യൂ ആണ്. ഇത് കൂടാതെ പല റെസ്റ്റോറൻറ്റ്സുകളുണ്ട്. ചൈനീസ്, പിന്നെ ഇറ്റാലിയന്, പിന്നെ ഇംഗ്ലീഷ് റെസ്റ്റോറൻറ്റ്, പിന്നെ ഈ പിന്നെ കോമൺ കിച്ചൺ, അതായത് ഈ ബഫേ സിസ്റ്റം ഉള്ളിടത്ത് ഇവിടെ നമുക്ക് എല്ലാ നാഷണാലിറ്റീസിൻ്റെയും ഫുഡും അവൈലബിൾ ആണ്. എപ്പോൾ വേണേലും വന്ന് കഴിക്കാം. രാത്രി 9:30 വരെയും നമുക്ക് ഓപ്പണാണ്, വന്ന് കഴിക്കാം, അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മൾ എവറി ഡേ നമ്മളിങ്ങനെ വന്നെടുത്ത് കഴിച്ച് വരുമ്പോൾ നമുക്കൊരു തരം 4 days ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഒന്ന് ഒരിഷ്ടം കുറഞ്ഞു വന്നു. പിന്നെ തന്നെ അപ്പോൾ ഞങ്ങൾ എന്നാടുത്ത് വെച്ചാൽ മിക്ക ദിവസവും നൈറ്റിലൊക്കെ റെസ്റ്റോറൻറ്റിൽ പോകും. റെസ്റ്റോറൻറ്റിൽ നമ്മൾ പേ ചെയ്യൊന്നും വേണ്ട. അതായത് ഇപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ഫുഡ് നമുക്ക് വേണമെങ്കിൽ, കോക്ടെയിൽസ് മോക്ടെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യണം. അല്ലാതെ നോർമൽ മെനുവിലുള്ള ഫുഡൊക്കെ നമുക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ഈ ടിക്കറ്റിലുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാ നൈറ്റിലും റെസ്റ്റോറൻറ്റിൽ പോയാൽ ഫുഡ് കഴിച്ചത്. ഉച്ചയ്ക്കും ബ്രേക്ക്ഫാസ്റ്റും, ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ കഴിച്ചത്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അവിടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ പൂൾ കണ്ടോ, ഇത് ഈ അഡൽസിൻ്റെ പൂളാണ്. ഇത് ഒത്തിരി വലിയ പൂളാണ്, കാരണം നല്ല ഡീപ്പായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ പൂളിനും 1, 2, 3 സെക്യൂരിറ്റി ഇവർ വെച്ച് നിൽപ്പുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഏറ്റവും മുകളിലാണ് ഈ കാണുന്നത്. ഇത് ഞാൻ ആ പറഞ്ഞ ബഫേ സിസ്റ്റം ഉള്ള കിച്ചണിലെ അവിടുത്തെ സീറ്റിംഗ് ഏരിയ ആണ് കേട്ടോ. ഇപ്പോൾ എംറ്റി ആയ സമയത്താണ് ഞാനതൊക്കെ വന്ന് എടുക്കുന്നത്. കാരണം എപ്പോഴും ആൾക്കാരല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന ടൈമിലൊക്കെയാണ് നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ മൊബൈലും കൊണ്ട് നടക്കുമ്പോൾ അതത്ര ശരിയല്ലല്ലോ, ഇങ്ങനെ വീഡിയോ ചെയ്ത് നടക്കുമ്പോൾ. പിന്നെ അപ്പോൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു എൻജോയബിൾ. ഒത്തിരിയും പേര് നമ്മുടെ ഫ്രണ്ട്സൊക്കെ, നമ്മൾ 3-4 ഫ്രണ്ട്സും ഫാമിലീസായിട്ടാണ് പോയത്. അവരൊക്കെ കേട്ടോ സെക്കൻഡ് ടൈം തേർഡ് ടൈം വന്നവരൊക്കെ ഉണ്ട്. ശരിക്കും ചിലപ്പോൾ കുറച്ചിങ്ങനെ വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താ പറയേണ്ടത്, ഇഷ്ടപ്പെടും. എന്നെ സംബന്ധിച്ചോളം കുക്കിങ്, ഗാർഡനിങ്, കുറേ അങ്ങനെ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഇൻസൈഡിൽ അങ്ങനെ എനിക്കങ്ങനെ അധികം ചെയ്യാനില്ലായിരുന്നു എന്നൊരു തോന്നലായിരുന്നു. എങ്കിലും ജിമ്മിലൊക്കെ എവറി ഡേ ഞങ്ങൾ പോയി കേട്ടോ. എല്ലാ ദിവസവും ജിമ്മിൽ പോയി കുറേ നേരം കാർഡ്സൊക്കെ കളിച്ചു. സ്വിമ്മിങ്ങിന് മാത്രം ഞാൻ ഇറങ്ങിയില്ല, കാരണം കഴിഞ്ഞ വർഷം കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നത് കാരണം എനിക്ക് പേടിയായിരുന്നു. ഇതാണ് അവിടുത്തെ ജിമ്മ്. അപ്പോൾ ഞാൻ ഫ്രണ്ടുമായിട്ട് ഞങ്ങൾ പിന്നെ ജിമ്മിലൊക്കെ പോയി. എല്ലാ ദിവസവും ഒരു 1-1.5 hour ഞങ്ങൾ ജിമ്മിൽ പോയി കേട്ടോ, ഈ 4 ഡേയ്സിലും. അതുകൊണ്ട് അങ്ങനെ കുറച്ച് സമയം അങ്ങ് പോയി. അത്യാവശ്യം വലിയൊരു ജിമ്മാണ്. അവിടുന്ന് തന്നെ നമുക്ക് പുറത്തോട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്, എവിടെ നിന്നുള്ള വ്യൂവും ഒബ്വിയസ്ലി കടലാണ്. അത് വലിയൊരു ക്രൂയിസ് ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ അതിനടുത്ത് തന്നെ സ്പായ്ക്കും പിന്നെ ഇപ്പം നമ്മൾ നെയിൽ ചെയ്യുക അല്ലെങ്കിൽ ഹെയർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വേറെ ഒരു തിയേറ്ററിൽ ഞാൻ ആദ്യം വേറൊരു തിയേറ്റർ കാണിച്ചില്ലേ, ഇത് വേറൊരു തിയേറ്ററാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ നമുക്ക് വരണമെന്നുണ്ടെങ്കിലുള്ളൂ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ പേ ചെയ്യേണ്ട, പക്ഷേ അവർക്ക് ആ സീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒന്ന് ബുക്ക് ചെയ്തിടണം, എത്ര പേരുണ്ടെന്നുള്ളത് കാര്യം. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രൂസിൽ വന്നു കഴിയുമ്പോൾ എവരിഡേ നമുക്ക് ഓൺലൈൻ കയറി ബുക്ക് ചെയ്യാം. നമുക്കൊരു ആപ്പൊക്കെ ഉണ്ട്, അതുവഴി നമുക്ക് എല്ലാ കാര്യങ്ങളും ബുക്ക് ചെയ്യാം കേട്ടോ. റെസ്റ്റോറൻറ്റ് ആയാലും തിയേറ്റേഴ്സ് ആയാലും ഷോസ് ആയാലും എന്തായാലും. ഇതൊരു ഷോപ്പിൽ, ഒരുപാട് ഷോപ്സ് ഉണ്ട്, അതിലൊരു ഷോപ്പിൽ ഞാൻ കയറി എടുത്താണിത്. ഒരുപാട് ഇങ്ങനെ ജസ്റ്റ് പിള്ളേർക്കൊക്കെ ടീഷർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ. അത് ജസ്റ്റ് ഞാൻ ഡെക്കറേഷൻ വലിയവർക്കുള്ള ഗെയിമിങ്, ഇത് വലിയവരുടേതാണ്, അഡൾട്ട്സിൻ്റേതാണ്. പിന്നെ പിള്ളേർക്കുള്ളത് പ്രത്യേകമുണ്ട്. അതൊക്കെ നമ്മൾ പേ ചെയ്തിട്ട് വേണം അവിടെ നിന്ന് ഗെയിം കളിക്കാനായിട്ട് കേട്ടോ. ഇതിലൊക്കെ പിന്നെ ശരി വലിയ രീതിയിൽ എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട്.
ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്താൽ അപ്പോൾ ഇതുപോലെ നിങ്ങൾ റെസ്റ്റോറൻറ്റ് അത് നമ്മൾ ട്രൈ ചെയ്തു ചൈനീസ് എല്ലാ ഇംഗ്ലീഷ് റെസ്റ്റോറൻറ്റുകളും ട്രൈ ചെയ്തു. നല്ല ഫുഡായിരുന്നു. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള എൻജോയ്മെൻറ്റേ ഉള്ളൂ. അല്ലെങ്കിൽ മുമ്പ് പക്ഷേങ്കിൽ ചെയ്തു റൂമിൽ നമുക്ക് ഇരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ അത് ടി വി ഉണ്ട് നമുക്ക്. പിന്നെ ഫോൺ നമ്മൾ എക്സ്ട്രാ പേ കൊടുത്തിട്ട് ഫങ്ഷൻ എടുക്കണം. അത് നമ്മൾ നമ്മുടെ എല്ലാ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഫോണിലൊക്കെ പിന്നെ ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളത്. അതെ, ഇത് രാത്രി ആയി കഴിയുമ്പോൾ അവിടെ എന്നും മൂവി ഉണ്ട് കേട്ടോ. ഓരോ ഫ്ലോറിലും അവിടെ ഒരു വലിയ തിയേറ്റർ ഉണ്ട്, സെക്ഷൻ സെറ്റിംഗ് ഉണ്ട് അവിടെ. അതിൻ്റെ അടുത്ത് പോപ്കോണിൻ്റെ ഒരു ഷോപ്പുണ്ട്, ബാറുണ്ട്, ഐസ്ക്രീം ഷോപ്പുണ്ട്. സെയിം ലൈക്ക് നമ്മൾ ഒരു സിറ്റിയിൽ പോയി മൂവിയിൽ പോയാൽ എങ്ങനെയാണ് അതുപോലെ തന്നെ. അപ്പോൾ എല്ലാ നൈറ്റിലും മൂവി ഉണ്ട്. കുറച്ച് നേരമൊക്കെ നമ്മളൊക്കെ ഇരുന്ന് മൂവിയൊക്കെ കണ്ടു. പിന്നെ അങ്ങനെ ഒരു 4th ഡേ ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ തിരിച്ച് അങ്ങനെ ഇങ്ങനെ എത്തിച്ചേരുമായിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ശരിക്കും എക്സൈറ്റഡ് ആൻഡ് എൻജോയ്മെൻറ്റും ചെയ്തു. പക്ഷേങ്കിൽ ഇനി ഒന്നും കൂടെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ പോകത്തില്ലായിരിക്കും. കാരണം എനിക്ക് ഒരുപാട് സമയമുള്ള പോലെ തോന്നി. അല്ലെങ്കിൽ മേ ബി 1 or 2 ഡേ ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോയി ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അതിനകത്തൊക്കെ സ്വിമ്മിങ് അല്ലെങ്കിൽ കുറച്ച് നേരം കളിച്ച് ഒക്കെ കഴിയുമ്പം നമുക്കത് ഒരു എൻജോയ്മെൻ്റാണ്. പക്ഷേ 4 ഡേയ്സ് അല്ലെങ്കിൽ ലോങ് ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു രസമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു കൺട്രിയിലോട്ട് നമ്മൾ ക്രൂസ് ചെയ്ത് പോകുന്നതായിരിക്കണം. അപ്പം നമുക്കിങ്ങനെ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോവാണ് എന്നുള്ളൊരിതുണ്ടല്ലോ. ഇതിപ്പം നമ്മൾ ഇതിനകത്ത് തന്നെ ആയിരുന്നതുകൊണ്ട് എനിക്ക് അത്ര അങ്ങ് എൻജോയ്മെൻ്റ് ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. എനിവേ പിള്ളേർക്കും ഇതൊരു റോയൽ സ്യൂട്ടാണിത് കേട്ടോ. അവിടുത്തെ ഓഷ്യൻ വ്യൂ ഉള്ള ഒരു സ്യൂട്ടാണിത്. പിന്നെ ഇവിടുന്ന് ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് ബാൽക്കണിയൊക്കെ ഉണ്ട്. നമുക്ക് റൂമാണത്, ഒരു ഡബിൾ ബെഡ്റൂം. അതിനകത്ത് പുറത്തോട്ട് നമുക്ക് കാണാനും ഒക്കെ പറ്റും. നല്ല രസമായിട്ട് നമുക്ക്. പക്ഷേ റൂമിലധികം നമ്മൾ മാക്സിമം സ്പെൻഡ് ചെയ്യത്തില്ല. ഇതാണ് നമ്മൾ പോയ ആ ക്രൂയിസ്. അപ്പം പിന്നെ പോയിട്ടില്ലാത്തവർക്ക് ശരിക്കും ഒരു 1 ടൈം പോകാനായിട്ട്, ചില ആൾക്കാർക്ക് വീണ്ടും വീണ്ടും പോകാൻ ഇഷ്ടമായിരിക്കും. പക്ഷേങ്കിൽ എന്നെ സംബന്ധിച്ചോളം എനിക്കിതൊരു 1 ടൈം പോകാനുള്ളതായിട്ടാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ നല്ല ക്രൂയിസ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ കൂടുതൽ സമയം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കണം എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ആകെയുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. ഇങ്ങനെ എപ്പോഴും ആക്റ്റീവായിട്ടില്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നവർക്ക് അതൊരു വിഷമമായിട്ട് തോന്നും. എന്തായാലും ഇപ്രാവശ്യം പോയപ്പോൾ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. ഇതാണ് ഞങ്ങൾ തിരിച്ചിങ്ങെത്തി. ഇവിടെ നിന്ന് നമുക്കവിടെ കാർ പാർക്കിങ്ങിന് സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോയി. അവിടെ എടുത്ത കുറച്ച് ഫോട്ടോസ് കൂടെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.